നമസ്കാരം. ജോൺസൺ സ്റ്റാർക്കറ്റിൻ്റെ നിരീക്ഷണത്തിൽ ഉള്ള ഒരു പ്രത്യേക വീഡിയോയുമായിട്ട് വളരെ പ്രാധാന്യമർഹിക്കുന്ന വിഷയങ്ങൾ മാത്രം കൈകാര്യം ചെയ്യുന്ന നിരീക്ഷണത്തിൻ്റെ ഒരു പ്രത്യേക വീഡിയോയുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. ഒരുപാട് വളരെ പ്രാധാന്യമുള്ള, ആരും പറയാത്ത, നിങ്ങളിതുവരെ കേൾക്കാത്ത ഒരുപാട് വിഷയങ്ങൾ, അടിസ്ഥാനപരമായിട്ട് ഉള്ള വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ ആധികാരികമായിട്ട് പറഞ്ഞു സംസാരിച്ചു കഴിഞ്ഞ പ്രാവശ്യം തൊട്ട് മുന്നത്തെ ഭാഗം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലൈസ് പൊളൈറ്റിക്സ് എന്ന് പറയുന്ന ആ ഒരു അതിഭീകരമായിട്ടുള്ളൊരു ഞെട്ടിക്കുന്ന രീതിയിലുള്ള കാര്യത്തെക്കുറിച്ചായിരുന്നു. അങ്ങനെയുള്ള അതിനെ സംബന്ധിച്ചിട്ടുള്ള വളരെ വിശദമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ പറയുന്നത്, നമ്മുടെ ജീവിതത്തിനെ ബാധിക്കുന്നത്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അതുപോലെ തന്നെ വളരെ നിരീക്ഷണത്തിൽ നമ്മൾ പറയാൻ പോകുന്നത് വളരെ പ്രാധാന്യമുള്ള, ജീവിതത്തിൽ നമ്മളെ ബാധിക്കുന്ന വലിയ ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. PAP ER നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പേപ്പർ എന്നൊക്കെ നിങ്ങൾ പറയുന്ന ആ ഒരു ഭീകര തട്ടിപ്പിനെ കുറിച്ചാണ് പറയാനുള്ളത്. PAP എന്ന് പറഞ്ഞാൽ നമുക്ക് ഭാരതീയ ഭാഷയിൽ നമുക്ക് നോക്കുമ്പോൾ പാപ്പ് എന്ന് നമുക്ക് അതിൻ്റെ ഉച്ചാരണം കണ്ടെത്താൻ പറ്റും. ഉച്ചാരണം എന്ന് പറഞ്ഞാൽ പ്രൊനൗൺസിയേഷനല്ല. പാപം എന്ന് പറയുന്നത് പാപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് PAP എന്ന് പറയുന്ന ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ PAP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപ്പാണ്. പാപ്പ്, തിന്മ, അധർമ്മം, അസത്യം. പിന്നെ വരുന്നത് ER ആണ്. ER എന്ന് പറഞ്ഞാൽ ER തുല്യമാണ്. അതായത് ER എന്ന് പറഞ്ഞാലും ER എന്ന് പറഞ്ഞാലും 2 R ഇട്ടാലും അതിൻ്റെ ഇംഗ്ലീഷ് ലാംഗ്വേജിലെ പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത് ഒറ്റ കാര്യമാണ്, എന്നാണ്. എന്ന് പറഞ്ഞാൽ തെറ്റ്. അപ്പോൾ അസത്യം, തെറ്റ്, കാപട്യം, കപടത, വഞ്ചന, ചതി, ഇതാണ് നമ്മൾ പാപ്പ് എററിലെ നമ്മൾ കാണുന്ന ആ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം. നമ്മൾ ഇതുവരെ നമുക്കാരും ഇത് പറഞ്ഞു തന്നിട്ടില്ല. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ, സൂക്ഷ്മതയിൽ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ നമ്മൾ കാണുന്ന സത്യം പാപം, തെറ്റ്, പാപം തന്നെ വളരെ ഭീകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ പേപ്പർ അഥവാ പാപ്പറിൻ്റെ ഒപ്പം പാപ്പിൻ്റെ ഒപ്പം വരുന്ന ഈ ചതി വിവിധ രൂപങ്ങളിൽ നമ്മളുടെ ജീവിതത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. ഇംഗ്ലീഷ് ക്രിസ്ത്യൻ 1950 മുതൽ എന്തൊക്കെയാ നോക്കുമ്പോൾ ഇപ്പോൾ പെട്ടെന്നൊന്നും കാണുന്നില്ല. അതായത് അസത്യമാണ് ഇതിൽ വരുന്നത് എന്നുള്ളത് ഉറപ്പിക്കുക, അത് ആദ്യത്തെ പടിയായിട്ട് നമ്മൾ ഉറപ്പിക്കുകയാണ്. പേപ്പറിൽ വരുന്നത് അസത്യമാണ്, സത്യമല്ല. പാപ്പറിൻ്റെ വളരെ നികൃഷ്ടമായ രൂപങ്ങളിലേക്കാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ജോൺസൺ സ്റ്റാർക്കറ്റിൻ്റെ നിരീക്ഷണത്തിൽ ആദ്യത്തെ പാപ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മൾ പഠിക്കാൻ എന്ന് പറഞ്ഞ് ഇഡക്കേഷന് വേണ്ടി നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങളാണ്. ഇഡക്കേഷനിൽ നമ്മൾ പാപ്പറിലാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അത് നോക്കിയാണ് നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജ്, അർത്ഥമില്ലാത്ത പുലയാട്ടായിട്ടുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജ് മലയാളം അടക്കമുള്ള ഭാരതീയ ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട്, അർത്ഥമൊന്നുമില്ല, പരിഭാഷയല്ല, ട്രാൻസ്ലേറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്.
അസത്യങ്ങളുടെ ഒരു കൂമ്പാരമാണ് ഈ ഡെക്കേഷനിലൂടെ നമ്മുടെ തലയിൽ കയറ്റി വെച്ചിട്ടുള്ളത്. നമ്മളതൊക്കെ പഠിച്ചു. അതാണ് നമ്മുടെ ആദ്യത്തെ പാപ്പർ, നമ്മളെ വഴിപിഴപ്പിച്ച പാപ്പർ. അതാണ്. അത് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് 10-ലെത്തിയപ്പോൾ വേറൊരു പാപ്പർ തന്നു. 10 കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടൊരു പാപ്പർ തന്നു. ആ പാപ്പറിൽ നിങ്ങൾ അതിൽ ഒരു കള്ളമുദ്ര കുത്തി ഭാരതീയനെ ഇന്ത്യനാക്കി, അദ്വൈതിയെ ഹിന്ദുവാക്കി. റിലിജൻ എന്ന് പറഞ്ഞ് അത് മതമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് അവിടെ ഹിന്ദു എന്നെഴുതി. ഹിന്ദു എന്ന് പറയുന്നത് ഭാരതീയ പദമല്ല. ഇംഗ്ലീഷ് ക്രിസ്ത്യൻ തെമ്മാടികൾ ഭാരതീയർക്ക് ഇട്ടിട്ടുള്ള പേരാണ് ഹിന്ദു എന്നുള്ളത്. നമ്മുടെ ഒരു ഗ്രന്ഥത്തിലും അത് കാണില്ല. ഇംഗ്ലീഷ് ക്രിസ്ത്യൻ 1800s കള്ളത്തെമ്മാടികളായിട്ടുള്ള ഇംഗ്ലീഷുകാർ കണ്ടുപിടിച്ച ഭാരതീയരെ നിങ്ങൾ അധകൃതരാണ്, അധമരാണ് എന്ന് പറയാൻ വേണ്ടി ഹൈൻഡ്, HIND, ഹൈൻഡ് എന്ന് പറഞ്ഞാൽ പിറകിൽ, ബിഹൈൻഡ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? യു, ഹൈൻഡ് കഴിഞ്ഞ പിന്നെ വരുന്നത് യു എന്ന് പറഞ്ഞാൽ നീ പിറകിലാണ്, ഞങ്ങളുടെ പിറകിലാണ്. ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ഇംഗ്ലീഷുകാരുടെ പിറകിലാണ് നിങ്ങൾ. ഞങ്ങൾ മുന്നിൽ നിൽക്കും, നിങ്ങൾ പിറകിലാണ്. ഇത് അടിച്ചേൽപ്പിച്ചതാണ് ഹിന്ദു എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല ഹിന്ദുവിന്. അപ്പം നിങ്ങളെ മതം എന്ന് പറഞ്ഞിട്ട് അവിടെ റിലിജൻ എഴുതി. റിലൈജിയൻ, LIE. ഉച്ചാരണം നിങ്ങൾ പ്രൊനൗൺസിയേഷൻ നിങ്ങൾ നോക്കാം. RE, ലൈ, LI വന്നാൽ LIE പ്രൊനൗൺസിയേഷനാണ് വരുന്നത്. റിലൈജിയൻ, പൊലൈറ്റിക്സ്, ഇൻക്ലാഷ്, ലയ്യ എല്ലാത്തിലും വരുന്നത്. അസത്യം, അധർമ്മം, തെമ്മാടിത്തം, പുലയാട്ട്, ഇങ്ങനെ വന്നു. നിങ്ങൾക്ക് അവർ കടലാസിൽ തന്നു. 10 വരെ നിങ്ങൾ എത്തി. 10 വരെ നിങ്ങൾക്ക് ഈ ഡെക്കാഷൻ കിട്ടി. മുകളിലോട്ട് പോയപ്പോൾ നിങ്ങൾക്ക് +2 എന്ന് പറയുന്ന, പ്ലസ് എന്ന് പറഞ്ഞാൽ കുരിശാണ്. നിങ്ങൾക്ക് ഒരു കുരിശ് കിട്ടി. +1, +2, അപ്പോൾ 2 കുരിശ് കിട്ടി നിങ്ങൾക്ക്. കുരിശ് വീണ്ടും വന്നു 2 എണ്ണം. കുരിശ് എന്ന് പറഞ്ഞാൽ ദുരിതം എന്ന് മലയാള ഭാഷയിൽ നിങ്ങൾക്ക് അർത്ഥം കിട്ടും. നിങ്ങൾ എവിടെ വേണമെങ്കിലും അന്വേഷിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. 2 എണ്ണം കിട്ടി. 10 കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് +1ഉം +2ഉം കഴിഞ്ഞപ്പോൾ 2 കുരിശ് നിങ്ങൾക്ക് കിട്ടി. അതിനും അവർ പാപ്പർ തന്നു നിങ്ങൾക്ക്. അതിനുശേഷം നിങ്ങൾ ഡിഗ്രിക്ക് പോയിട്ടുണ്ടെങ്കിൽ അപ്പോഴും തന്നു നിങ്ങൾക്ക് കുറേ പേപ്പർ. നിങ്ങൾ ഡിഗ്രി ചെയ്തു. ഈ പറയുന്ന പേപ്പറിന് കടലാസിൻ്റെ മൂല്യം പോലും ഇല്ല. നിങ്ങൾ എന്തെങ്കിലും ചെയ്തു എന്നുള്ളതോ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിവുണ്ടോ എന്നുള്ളതോ ഒന്നും അല്ല ഇതിലർത്ഥം. നിങ്ങൾക്ക് അവർ ഒരു കടലാസ് തന്നു. നിങ്ങളുടെ ജീവിതത്തിലെ 20 വയസ്സ് വരെ 22 വയസ്സ് വരെ നിങ്ങളുടെ ജീവിതം തൊലച്ചപ്പോൾ അവരൊരു കടലാസ് തന്നു. കടലാസ് എന്നല്ല, പാപ്പർ. പാപ്പും എറും കൂടിയത്, പാപവും തെറ്റും കൂടിയത്, കനത്ത ഒരു അർത്ഥരഹിതമായ അനർത്ഥം നിങ്ങളുടെ മേത്ത് കൊടുന്നു വെച്ചു. അപ്പോൾ പാപ്പർ നിങ്ങൾ ആദ്യം കണ്ടത് ബുക്സ് എന്ന് പറയുന്ന തട്ടിപ്പിലാണ്. അതിനുശേഷം സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന തട്ടിപ്പിൽ പാപ്പർ നിങ്ങൾ വീണ്ടും കാണിച്ചു. നിങ്ങൾ കണ്ടു, നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ എടുത്തു വെച്ചിട്ടുള്ളതിന് പ്രത്യേകിച്ച് യാതൊരു അർത്ഥമില്ല. നിങ്ങൾക്ക് എടുത്തു വയ്ക്കാം. നിങ്ങൾ തട്ടി പോണ കാലം വരെ നിങ്ങൾക്കത് എടുത്തു വയ്ക്കാം. അതിന് പ്രത്യേകിച്ച് ഒരു അർത്ഥമില്ല. അതെടുത്തു വയ്ക്കാം. നിങ്ങൾ എന്തെങ്കിലും കഴിവുള്ള ഒരാളാണെന്നല്ല അതിൻ്റെ അർത്ഥം. നിങ്ങൾ 20 കൊല്ലം 22 കൊല്ലം ഈ പേപ്പർ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ നടന്നു. അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ അതിഭീകരമായിട്ടുള്ള തട്ടിപ്പാണ് പേപ്പറിൽ ഇറക്കിയിട്ടുള്ള കറൻസി എന്ന് പറയുന്നത്. അവർ പറയണത് അതിൻ്റെ അർത്ഥം കറൻസി എന്ന് പറയുന്നത് അതിഭീകരമായിട്ടുള്ളൊരു തട്ടിപ്പാണ്. അവർ പറയാണ്, നിങ്ങൾക്ക് കടലാസ് വന്നിട്ട് ഐ പ്രോമിസ്, നിങ്ങളൊരു 100 രൂപ ഉണ്ടെങ്കിൽ
ഐ പ്രോമിസ് എന്തെന്ന്, ഐ എന്ന് പറയുന്ന ആരോ കുറേ ആളുകൾ പൊളൈറ്റീഷ്യൻസ് ഇരുന്നിട്ട് പറയാണ്, നിങ്ങൾക്ക് 100 രൂപ തരാമെന്ന് ഞാൻ പ്രോമിസ് ചെയ്യുന്നു. ഇത് 100 രൂപ നോട്ട്, 500 രൂപ നോട്ട് ഉണ്ടെങ്കിൽ അത് ഒരു കടലാസിൽ അടിക്കുന്ന പ്രോമിസാണ്. എന്ത്? 100 രൂപ തരാമെന്നുള്ളത്. ഈ 100 രൂപയ്ക്ക് ഇപ്പോൾ നിങ്ങൾ 100 രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ഈ 100 രൂപ നാളെ നിങ്ങൾക്ക് കൊടുത്താൽ ഇന്ന് 100 രൂപയ്ക്ക് കിട്ടുന്ന സാധനം നാളെ കിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തിൻ്റെ ഇടയിൽ വെളിച്ചെണ്ണയ്ക്ക് വില കൂടി നിങ്ങൾക്കറിയാം. ഈ 100 രൂപയുടെ മൂല്യത്തിന് 530 രൂപ വരെ, 180 ഉണ്ടായിരുന്ന വെളിച്ചെണ്ണ 530 വരെ, 550 വരെ നല്ല വെളിച്ചെണ്ണ കയറിപ്പോയി. ആ 100 രൂപയ്ക്ക് നിങ്ങൾ 180 രൂപയ്ക്ക് അല്ലെങ്കിൽ 200 രൂപയ്ക്ക് നിങ്ങൾ മേടിച്ചിരുന്ന നല്ല വെളിച്ചെണ്ണ നിങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ 500 ചില്ലാൻ രൂപ കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ആ 100 രൂപയുടെ വാങ്ങാനുള്ള ശേഷി നിങ്ങൾക്ക് ആ 100 രൂപ ഇവർ പ്രോമിസ് എന്ന് പറഞ്ഞ് പറ്റിച്ചിട്ടുള്ള ആ കടലാസ് കഷ്ണത്തിനുണ്ടോ? ഇല്ല. ആ കടലാസ് കഷ്ണം പോയി. അത് വെറുതെയാണ്. നിങ്ങൾ കൈ പിടിച്ചിരിക്കുകയാണ് കടലാസ്. നിങ്ങൾ കൊണ്ടുപോയി നോക്കുമ്പോൾ അതിൻ്റെ വില മാറി. 100 രൂപ എന്ന് പറയുന്നത് 100 രൂപ മാറിയിട്ടൊന്നുമില്ല. അല്ല അടിച്ചിട്ടുള്ളത് അതെവിടെ ഇരിക്കും. കാരണം പേപ്പറിൽ അടിച്ചു കഴിഞ്ഞാൽ എല്ലാതും അതെവിടെ ഇരിക്കും. വർത്തമാനത്തിൽ മാത്രമേ ഉള്ളൂ അതിൽ. നിങ്ങൾക്കറിയാം, ഈ പറയുന്ന തൊള്ളോണ്ടുള്ള ആ നാവിൻ്റെ ആട്ടം മാത്രമേ പേപ്പറിലുള്ളൂ. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ ഒരെണ്ണം കൊണ്ട് വെച്ചിട്ടുണ്ട്, അത് വേറൊരു പേപ്പറാണ്. IPC CRPC അത് വേറൊരു പേപ്പറാണ്. അത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സംസാരിച്ചു. കഴിഞ്ഞ തൊട്ട് മുമ്പത്തെ ഭാഗത്തിൽ നമ്മൾ സംസാരിച്ചു നിരീക്ഷണത്തിൻ്റെ. അതിൽ എഴുതി വെച്ചിട്ടുള്ളത് അവിടെ ഉണ്ട്. യാതൊരു കുഴപ്പമില്ല. എഴുതി വെച്ചിട്ടുള്ളത് അവിടെ ഇരിക്കും, നടക്കുന്നത് വേറെ നടക്കും. ഇതാണ് പേപ്പറിൻ്റെ കളി. അസത്യമാണ്, അധർമ്മമാണ്, അനീതിയാണ്. ഇതാണ് പേപ്പറിൻ്റെ കളി. ഒന്നും യഥാർത്ഥത്തിലില്ല, പക്ഷെ പേപ്പറിൽ എഴുതി കാണിക്കും. അപ്പം എത്ര എണ്ണായി? ബുക്ക്, സർട്ടിഫിക്കറ്റ്, നോട്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന പേപ്പർ, 4 പേപ്പറായി. വേറൊരു പേപ്പർ ആണ് സ്റ്റോക്ക് ആൻഡ് ഷെയർ പേപ്പർ. എന്താ ഈ സ്റ്റോക്ക് ആൻഡ് ഷെയർ പേപ്പർ? ആളുകൾ സ്റ്റോക്കും ഷെയറും മേടിക്കുന്നത് പേപ്പർ ട്രേഡിങ്. ഇപ്പോൾ സ്വർണത്തിൽ അല്ലെങ്കിൽ വെള്ളിയിൽ പേപ്പർ ട്രേഡിങ് നടത്തി കഴിഞ്ഞാൽ എന്ത് നടക്കും? അതിൻ്റെ ഒരു വില വേറെ. നിങ്ങൾ സ്വർണം മേടിക്കുകയാണെങ്കിൽ, നേരിട്ട് മേടിക്കുകയാണെങ്കിൽ അതിൻ്റെ വില വേറെ. അപ്പോൾ യാഥാർത്ഥ്യമല്ല പേപ്പറുകളിൽ വരണേ എന്നുള്ളത് നമ്മൾ ഇത്രയും കാലം പറഞ്ഞിട്ടുള്ളതിൽ ഇത്രയും കാര്യങ്ങൾ ഉദാഹരണമായി നൽകിയതിൽ വളരെ കൃത്യമായി നിങ്ങൾ ശ്രദ്ധ പതിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയും നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ പേപ്പർ വാങ്ങിക്കാൻ പോകുന്നുണ്ടെങ്കിൽ അതിൽ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും വില ഒന്നും, നേരിട്ട് വാങ്ങിക്കണമെങ്കിൽ അതിൻ്റെ വില വേറെ ഒന്നുമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേപ്പറിലുള്ളതിൻ്റെ കാര്യം എപ്പോൾ വേണമെങ്കിൽ മാറാം. ഇതാണ് പേപ്പർ. പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരു കാര്യവും ഉറപ്പില്ല. ഇന്ന് പറയണമെന്നല്ല നാളെ വരിക. അതായത് ഇംഗ്ലീഷ് ക്രിസ്ത്യൻ സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അവർക്ക് കണ്ടമാനം തന്താരുണ്ട്. ഇന്ന് പറഞ്ഞാൽ അല്ല നാളെ പറയാം. ഇന്ന് 1 മീറ്റർ ചാടാനുള്ളൂ എന്ന് പറഞ്ഞാൽ നാളെ 5 മീറ്റർ ചാടി എന്ന് പറയും. ആർക്കെങ്കിലും എന്തെങ്കിലും അത് പരിശോധിക്കാൻ പറ്റുമോ? പരിശോധിക്കാൻ പറ്റില്ല. അവരുടെ എല്ലാ കാര്യങ്ങളും അവർ മാത്രം പറയുന്ന കുറേ കാര്യങ്ങളിന്മേ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. പേപ്പറിൽ അടിച്ച് തരും. ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്തിലാണ് വരുന്നത്? പേപ്പറിൽ അടിച്ചിട്ടേ വരുന്നത്. ഇൻഷുറൻസ് പോളിസി പേപ്പറിൽ അടിച്ചിട്ടേ വരുന്നത്. ഈ പേപ്പറിൽ അടിച്ചിട്ട് വരുന്നത് എന്താ ഉണ്ടാവുന്നത്? പേപ്പറിൽ അടിച്ച് വരുന്നത് പേപ്പറിലിരിക്കും. അതിന് മലയാളികൾ വളരെ ഭംഗിയായിട്ട് ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. ഏട്ടിലെ പശു പുല്ല് തിന്നില്ല. ഏട്ടിലെ പശു പുല്ല് തിന്നില്ല എന്ന് പറഞ്ഞാൽ പേപ്പറിലുള്ളത് പേപ്പറിലിരിക്കും, യാഥാർത്ഥ്യത്തിലുള്ളത് യാഥാർത്ഥ്യത്തിലിരിക്കും. പേപ്പറും യാഥാർത്ഥ്യവും രണ്ടും രണ്ടാണ്. പിന്നെ വന്നൊരു കാര്യമാണ് വളരെ പ്രാധാന്യം അർഹിക്കുന്ന വേറൊരു തട്ടിപ്പ് പേപ്പറാണ് ന്യൂസ് പേപ്പർ. അതിൽ അസത്യമല്ലാതെ ഒന്നും തന്നെ ഇല്ല. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്.
അതിൽ ഇന്ന് നാളെ മറ്റേ പാർട്ടി ഈ പാർട്ടിയും കൂടിയിട്ട് ശത്രുക്കളാണെന്ന് അതിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ, പേപ്പറിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ, നാളെ അവർ രണ്ടുപേരും കൂടി ഒറ്റ പാർട്ടിയായി. നാളെ ഇതിനൊക്കെ വില കുറയുമെന്ന് പേപ്പറിൽ അടിച്ചു വന്നിട്ടുണ്ടെങ്കിൽ നാളെ പേപ്പറിൽ അടിച്ചു വന്ന് കുറയുമെന്ന് പറഞ്ഞത് നിങ്ങൾ കാത്തിരിക്കുകയാണെങ്കിൽ നാളെ അതിൻ്റെ ഇരട്ടിയായി. പേപ്പറിൽ വന്നു നാളെ മഴ പെയ്യുമെന്ന പേപ്പറിൽ വന്നില്ല വെച്ചാൽ നാളെ ഒരു തുള്ളി മഴ പെയ്യില്ല. ഞാനീ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ചതിയാണത്, വഞ്ചനയാണ്. പേപ്പർ എന്ന് പറഞ്ഞാൽ ചതിയും വഞ്ചനയാണ്. യാഥാർത്ഥ്യമാണ് ഒന്ന്, അത് യാഥാർത്ഥ്യമായിട്ട് നിൽക്കുന്നു. സത്യമാണ്, അത് യാഥാർത്ഥ്യമായി നിൽക്കുന്നു, സത്യമായി നിൽക്കുന്നു. പേപ്പർ എന്ന് പറഞ്ഞാൽ തട്ടിപ്പാണ്. അപ്പം എത്ര ചതിയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ബുക്സിൽ എഴുതിയത് മുഴുവൻ തട്ടിപ്പാണ്. ഒന്ന്, ബുക്സ് അതിലെഴുതിയത് മുഴുവൻ തട്ടിപ്പാണ്. രണ്ടാമത്തത്, അത് നിങ്ങളിപ്പോൾ നോവൽ ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിൽ ആയിക്കോട്ടെ. ഇന്ദുലത എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇത് നമ്മളെ പഠിപ്പിച്ചു, ചന്തുമേനോൻ്റെ നോവൽ എന്ന് പറഞ്ഞാൽ അപ്പം അതിലൊരു അർത്ഥമുണ്ട്. നോ വെൽ, നോട്ട് വെൽ എന്നുള്ള അർത്ഥം അതിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. നമ്മളെല്ലാത്തിനെയും തകർക്കുക, അത്രേ ഉള്ളൂ. അത് കഥാപാത്രങ്ങൾ അങ്ങനെ ആളില്ല. നമ്പൂതിരിപ്പാടും ഇല്ല, ഇന്ദുലതയില്ല. തോളെ തോന്നിയത് എഴുതുക. അതൊക്കെ ആളുകൾ ഉണ്ടെന്ന് കരുതുക, അവരെ പറ്റിക്കുക. അപ്പോൾ ബുക്സ് ആണ് നമ്മളെ പറ്റിച്ച ആദ്യത്തെ ചതി, പേപ്പർ ചതി. പിന്നെ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞത് ഒരു കഴിവില്ലാത്തവനും സർട്ടിഫിക്കറ്റ് കിട്ടി. സർട്ടിഫിക്കറ്റ് എന്ത് സർട്ടിഫിക്കറ്റ്? അത് കിട്ടി. പ്രത്യേകിച്ചൊരു കാര്യമില്ല. കൈ പിടിച്ചിട്ട് ഇഷ്ടംപോലെ പേര് നടക്കുന്നുണ്ടെന്ന് നിങ്ങളോട് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അത് രണ്ടാമത്തെ ചതി. മൂന്നാമത്തത് മണി എന്ന് പറഞ്ഞ കറൻസി ചതി. നാലാമത് സ്റ്റോക്ക് ആൻഡ് ഷെയർ എന്ന് പറഞ്ഞ ചതി. അഞ്ചാമത് ന്യൂസ് പേപ്പർ ചതി. ആറാമത് കോൺസ്റ്റിറ്റ്യൂഷൻ, ലോ, IPC, CRPC എന്നൊക്കെ പറഞ്ഞിട്ട് പേപ്പറിൽ അടിച്ചു വെച്ചിട്ടില്ല. അത് വേറെയാണ്, നടക്കുന്നത് വേറെയാണ്. നിങ്ങൾ പേപ്പറിൽ അടിച്ചത് എന്ത് വേണമെങ്കിൽ നോക്കിയോ. ഈ പറയുന്ന കാര്യങ്ങളും നമ്മളീ പറഞ്ഞ 5-6-7 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇതിലെല്ലാറ്റിലും യാഥാർത്ഥ്യമൊന്നും നടക്കുന്നത് വേറെയുമാണ്. ക്ഷമിക്കുക, യാഥാർത്ഥ്യമൊന്നും പേപ്പറിൽ വരുന്നത് വേറെയുമാണ്. രണ്ടും വ്യത്യസ്തമാണെന്ന് തിരിച്ചറിയാൻ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് അനുഭവം മാത്രം നോക്കിയാൽ മതി, വേറെ ഒന്നും നോക്കണ്ട. പേപ്പർ എന്ന് പറയുന്ന ഒരു തട്ടിപ്പ് കൊണ്ടെന്ന് വെച്ച് നമ്മുടെ ജീവിതം ഇത്രയും 1950 എന്ന് പറയുന്ന ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ഇയർ മുതൽ കുളമാക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മളുടെ ജീവിതം കുളമാക്കിക്കൊണ്ടിരിക്കുന്നത് മലയാളികളുടെ, ഭാരതീയരുടെ ജീവിതം തകർത്തുകൊണ്ടിരിക്കുന്നത് ഈ പേപ്പർ ഉപയോഗിച്ചിട്ടാണ്. പാപവും എറവും കൂട്ടിച്ചേർന്ന പേപ്പറാണ് നമ്മളെ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് കൊണ്ടുവന്നവരെ ആരാണെന്ന് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കള്ളന്മാരായിട്ടുള്ള അവരാണത് കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കയ്യിലിരിക്കുന്ന കറൻസി എന്ന് പറയുന്ന പേപ്പറിന് മൂല്യമില്ല. നമ്മുടെ കയ്യിലിരിക്കുന്ന സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഇതിന് മൂല്യമില്ല. നമ്മൾ വാങ്ങിക്കുന്ന, പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന പേപ്പറിന്, ന്യൂസ് പേപ്പറിന് മൂല്യമില്ല. നിങ്ങളത് മേടിച്ചിട്ട് എന്താ ചെയ്യുന്നത്? പിന്നെ അത് വിൽക്കുമ്പോൾ നിങ്ങൾക്ക് 1 കിലോന് 2 റുപ്യ, 3 റുപ്യ, 5 റുപ്യ കിട്ടിയെന്ന് വെച്ചാൽ കിട്ടി. വാങ്ങിക്കുമ്പോൾ ഒരെണ്ണത്തിന് 12-15 രൂപ നിങ്ങൾ കൊടുക്കണം. അതിലെന്താ എഴുതിയിട്ടുള്ളത്? അസത്യമാണ് എഴുതിയിട്ടുള്ളത്. മഴയുടെ കാര്യം ഏറ്റവും പെട്ടെന്ന് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ഇന്ന് മഴ പെയ്യും, അവധി പ്രഖ്യാപിച്ചു, അന്നൊരു തുള്ളി മഴയില്ല. ആദ്യമായിട്ടും നല്ലത് പറയും നമ്മൾ ഒരുപാട് കാര്യങ്ങളായി. ഇത്രയും ഭീകരമായിട്ടുള്ള പേപ്പർ തട്ടിപ്പാണ് നമ്മൾ നടക്കുന്നതായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പേപ്പർ എന്ന് പറയുന്ന അസത്യത്തിൽ നിന്ന് നമ്മൾ പുറത്തു കിടക്കാൻ ഈശ്വരൻ നമ്മളെ സഹായിക്കട്ടെ. അതിലേക്കുള്ള ഒരു വഴികാട്ടിയാവട്ടെ ജോൺസൺ സ്റ്റാർക്കറ്റിൻ്റെ നിരീക്ഷണം എന്ന് ആശംസിച്ചുകൊണ്ട്
പറയുന്നത് മുഴുവൻ നിങ്ങളിലേക്കും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ബന്ധുമിത്രാദികളിലേക്കും പൊതുസമൂഹത്തിലേക്കും നിങ്ങളിതൊക്കെ കൊടുക്കുമെന്നുള്ള ആ ഒരു ശക്തമായ ബോധ്യത്തോടു കൂടി, നിങ്ങളുടെ അറിവ് പകർന്നു കൊടുക്കുമെന്നുള്ള ആ ബോധ്യത്തോടു കൂടി വളരെ പ്രധാനപ്പെട്ട അടുത്തൊരു വിഷയവുമായി ജോൺസൺ സ്റ്റോക്കറ്റിൻ്റെ നിരീക്ഷണത്തിൽ കാണാം. നന്ദി, നമസ്കാരം.